ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട ബജി ആയിട്ടാണ്. നല്ല മഴയല്ലേ പുറത്ത്, അപ്പോൾ ചൂട് ചായക്കൊപ്പം നല്ല അടിപൊളി ഒരു മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മുട്ട ബജി ഉണ്ടാക്കിയാലോ. 4 മണിക്കത്തെ ഒരു കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 മുട്ട ഇതേ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ബജിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. അതിന് ഞാനൊരു 3 സ്പൂണ് കടലമാവ് ആദ്യമേ ഇടുവാണ്. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂൺ, അത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂണ് അരിപ്പൊടി. നമ്മുടെ ആ ബജി നല്ല ക്രിസ്പി, പുറകുവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 സ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ. നമ്മുടെ ഈ ബജി ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു. ഇനി പില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മുടെ കായപ്പൊടിയാണ്. കായത്തിൻ്റെ ചുവയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കും. നമ്മുടെ ബജിക്കൊക്കെ കായത്തിൻ്റെ ചുവ ഇച്ചിരി മുന്നേ നിൽക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു ബജിയുടെ മാവ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരും. ഇത് അങ്ങനെ നമുക്കൊരു ഈ ഒരു പരുവത്തിന് കിട്ടാന്ന് പറയുന്നത് നമ്മുടെ മുട്ടയൊന്ന് കോട്ട് ചെയ്ത് നിൽക്കാൻ പരുവത്തിന് വേണം നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി നല്ലപോലെ ഒന്ന് കുഴച്ച്. ഉപ്പൊക്കെ ഒന്ന് നോക്കണം നമുക്ക്. അപ്പോൾ സ്വല്പം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആ കായത്തിൻ്റെ കാച്ചൊവയും ഒക്കെ ഉണ്ട്, മിന്നെ നിൽപ്പുണ്ട്, കായമുണ്ട്. നമ്മുടെ ബാക്കി കടലമാവിൻ്റെ ഇത് അരിപ്പൊടി ഒക്കെ ഉപ്പ് എല്ലാം നല്ല എരിവുണ്ട്. എരിവെന്ന് പറയുമ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ഇട്ട് ഒരു കളറിന് ഒരു ശകലം ഒരു എരിവിനും വേണ്ടിയിട്ട് നമ്മൾ ഇട്ടാട്ടോ കൊടുത്താട്ടോ. നമുക്ക് ഇനിയിപ്പം ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്. നമുക്കിനിയിപ്പോൾ നമുക്ക് ഒന്ന് ഈ മുട്ട രണ്ടായിട്ടൊന്ന് കീറി നമുക്കിതിനകത്തൊന്ന് മുക്കി ഒന്ന് പൊരിച്ചെടുക്കാവേ. നമ്മുടെ മുട്ട മുറിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് മുറിക്കുവാണെങ്കിൽ നമുക്ക് മുട്ട പൊടിഞ്ഞും പോവുകയില്ല, നല്ല കറക്റ്റായിട്ട് ഇതുണ്ടോ അത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഇതുണ്ട് എന്ത് എളുപ്പമുണ്ടെന്ന് നോക്കി. നമ്മൾ കത്തി ഒന്നും എടുത്ത് പൊട്ടിക്കണം. ഇങ്ങനെ എടുത്ത് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, നല്ലപോലെ എണ്ണ ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കറിയാമല്ലോ ഇതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ ഓരോ കഷ്ണങ്ങളും നമ്മളിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടാവേ. അങ്ങനെയെല്ലാം നമുക്ക് അങ്ങനെ എന്നിട്ട് വറുത്ത് എടുക്കാം. നമ്മുടെ ഒരു ട്രിപ്പ് നമ്മൾ ബജി അതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്കൊന്ന് മറിച്ചും തിരിച്ച് വിടാതെ. അപ്പോൾ നമുക്ക് ബജി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. നമുക്ക് നമ്മുടെ ഈ ബജിയും മുട്ട ബജിയും നമുക്ക് കോരിയെടുക്കാം.
അപ്പോൾ അതെങ്കിൽ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ട്. അപ്പോൾ ഇത് അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. പുറം നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 4 മണിക്കൊക്കെ ഒരു പെട്ടെന്നൊരു കാപ്പി ഉണ്ടാക്കാൻ 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്നാക്സ് ആയിട്ടൊരു കാപ്പി ഉണ്ടാക്കാം. ഒരു ചായയും ഒരു ബജിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.